ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ SIB മിറർ പ്ലസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന SIB മിറർ പ്ലസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ലോഗിൻ എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാനായി ഏറ്റവും താഴെയായിട്ട് ട്രാൻസ്ഫർ എന്നൊരു ടാബ് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ടാബ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇൻസ്റ്റൻറ്റ്ലി ന്യൂ ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പേര്, വിവരങ്ങളൊക്കെ കൊടുത്ത് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് അതിലേക്കാണ് അയക്കേണ്ടതെങ്കിൽ SIB അക്കൗണ്ട് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ബെനിഫിഷ്യറി നെയിം, എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിനായി അതർ ബാങ്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ പണം ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അയാളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IFSC കോഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബെനിഫിഷ്യറി നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ പണം അയക്കുന്ന ആളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ എമൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ അയക്കുന്ന എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിമാർക്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ഫാമിലിയാണോ ഫ്രണ്ട്സിനാണോ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് ആ ഒരു റിമാർക്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ പ്രൊമോ കോഡ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊമോ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ബെനിഫിഷ്യറി സേവ് ചെയ്യണമെങ്കിൽ സേവ് ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ടാബ് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ ബെനിഫിഷ്യറിക്ക് ഒരു നെയ്ക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബോക്സ് ഓപ്പണായി വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങളുടെ ബെനിഫിഷ്യറിയുടെ നെയ്ക്ക് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ട്രാൻസ്ഫർ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് SIB മിറർ പ്ലസ് ആപ്ലിക്കേഷൻ്റെ MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ബോക്സ് ഓപ്പണായി വന്നിരിക്കുകയാണ്. MPIN ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി SIB മിറർ പ്ലസ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.